ഞാനിപ്പോൾ ഈ ഔട്ട്റീച്ചിന് പോയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഗുണകരമായി വന്ന 1-2 കാര്യമുണ്ട്. ഒന്ന്, ഞാൻ പാകിസ്ഥാനിൽ ഒരു 12 ദിവസത്തോളം താമസിച്ചിരുന്നു. അതായത് ഹർകിഷൻ സിംഗ് സൂർജിത്ത് CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് വിരമിച്ചപ്പോൾ പർവേസ് മുഷറഫിൻ്റെ ക്ഷണത്തിൽ അദ്ദേഹം പോയി പാകിസ്ഥാനിലേക്ക്. അദ്ദേഹം എന്നെയും കൂട്ടിയിരുന്നു. അത് വളരെ അത്ഭുതകരമായൊരു യാത്രയാണ്. എന്നാൽ കാരണം സാധാരണ രീതിയിൽ പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ ഇന്ന് പോയാൽ ഞാൻ രാജ്യദ്രോഹിയായി. അല്ല, ഞാൻ പറഞ്ഞത് അന്ന് സൂർജിത്ത് ജനിച്ചു വീണ സ്ഥലം, അവിടെ ആദ്യകാലത്ത് പഠിച്ചത്, അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയപ്പോൾ ഒരു വലിയൊരു കിണറ്റിൽ കൊണ്ടുകിട്ടത്, ഇതൊക്കെ ഞങ്ങൾ കണ്ടു. യാതൊരു നിയന്ത്രണമില്ലാതെ കറാച്ചിയും ഇസ്ലാമാബാദും ലാഹോറും എല്ലാം ഞങ്ങൾ സഞ്ചരിച്ചു 12 ദിവസക്കാലം. അപ്പോൾ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ കാണുന്ന പാകിസ്ഥാനൊന്നുമല്ല അവിടുത്തെ പാകിസ്ഥാൻ. അവിടുത്തെ ഭരണകൂടവും ജനങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മളിപ്പോഴും ഒരു പാകിസ്ഥാനിയുടെ കൂടെ എന്താ പറയുക, സംസാരിച്ചാൽ എന്തോ ദേശദ്രോഹമാവും. എന്ത് മണ്ടത്തരം അതൊക്കെ. പാകിസ്ഥാൻ ജനത എന്ന് പറയുന്നത് നമ്മുടെ ജനതയെപ്പോലെയൊക്കെ തന്നെ ഒരു പാവപ്പെട്ട, അവർ നമ്മുടെ കൂടെ ആയിരുന്നില്ലേ കുറേ കാലം. അന്നൊക്കെ കണ്ട കാഴ്ചകൾ ഇപ്പം എനിക്കിപ്പോഴും ഉണ്ട്. കറാച്ചിയിൽ ഒരു ജമായത്ത് എന്ന് പറഞ്ഞ ഒരു കേന്ദ്രത്തിൽ ഒരു 25ഓളം മലയാളികൾ ഇങ്ങനെ കിടക്കുക. എന്താ കാരണം? അവരൊക്കെ തലശ്ശേരിയിൽ നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ കച്ചവടത്തിനൊക്കെ പോയ ആൾക്കാരാണ്. അവർക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല. അവർക്ക് അവസാനത്തെ അവരുടെ ശ്വാസം നാട്ടിൽ വന്നിട്ട് എടുക്കണമെന്നുണ്ട്. പക്ഷേ വിസ കിട്ടില്ല. അവരങ്ങനെ അവരുടെ വാർദ്ധക്യം ഉറ്റവരും ഉടവരെടുത്തുനിന്ന് മാറി ആ ജമായത്തിനിങ്ങനെ ഒരു അഭയം പ്രാപിച്ച് അവിടെ എത്രയോ പേര് മരിച്ചു പോയിട്ടുണ്ട്.